ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സൂപ്പർ സൈഡ് ഡിഷാണ്. ചോറിൻ്റെ കൂടെ മാത്രമല്ല കഞ്ഞിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ സൈഡ് ഡിഷാണ്. ഞാൻ ഇവിടെ ഇരുന്ന് തയ്യാറാക്കിയിരിക്കുന്നത് ബീട്രൂട്ട് പിക്കിൾ അഥവാ ബീട്രൂട്ട് അച്ചാറാണ്. ബീട്രൂട്ട് അച്ചാർ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ 2 ബീട്രൂട്ടാണ് കേട്ടോ ഇവിടെ എടുത്തിട്ട് നന്നായിട്ട് കഴുകിയ ശേഷം അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ ഏകദേശം ഒരു 2.5 കപ്പോളം വരും. ഇനി നമുക്ക് വേണ്ടിയിട്ടുള്ളത് വെളുത്തുള്ളിയാണ്. ഒരു 1/4 കപ്പ് വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 1/4 കപ്പ് ഇഞ്ചിയും ചെറുതാക്കിയിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 1/4 കപ്പ് എണ്ണയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് കറിവേപ്പില, പച്ചമുളക് ഇവയൊക്കെ വേണം. കറിവേപ്പിലയും എടുത്തിട്ടുണ്ട്. 4 പച്ചമുളക് അതുപോലെ തന്നെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ 1/2 ടീസ്പൂൺ കടുകും 1/4 ടീസ്പൂൺ ഉലുവയുമാണ് എടുത്തിരിക്കുന്നത്. പച്ചമുളക് എരിവിനനുസരിച്ചിട്ട് എടുക്കുക. ഇതിപ്പോൾ ഞാൻ 4 എണ്ണമാണ് ഇവിടെ കട്ട് ചെയ്തിട്ട് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ആദ്യം തന്നെ ഇതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കണം. ഞാനിവിടെ ഒരു കടായി വെച്ച് കൊടുത്തിട്ടുണ്ട്. കടായി നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ ആദ്യം തന്നെ ഞാനൊരു 1/4 കപ്പ് എണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ കൂടി ഞാൻ കൂടുതലായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്കിതൊക്കെ ഒന്ന് വാട്ടിയിട്ട് എടുക്കാനുള്ളതാണല്ലോ, അതുകൊണ്ട് 1/4 കപ്പ് എണ്ണയുടെ പുറമേ തന്നെ 2 ടേബിൾ സ്പൂൺ കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ ഇതിൽ കടുകും ഉലുവയും അതുപോലെ തന്നെ കറിവേപ്പിലയൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചിട്ടെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഇതിലേക്ക് പച്ചമുളകാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പച്ചമുളകും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂത്ത് വരുന്നത് വരെ തന്നെ വഴറ്റിയിട്ടെടുക്കുക. അതിനുശേഷം ഇവിടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി ഞാനിപ്പോൾ ഇതിലെ നീളത്തിലാണ് കേട്ടോ അരിഞ്ഞെടുത്തിരിക്കുന്നത്. അതിന് പകരം നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുത്താലും മതി. അതും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ടെടുക്കുക. അതിനുശേഷം നമുക്കിനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇഞ്ചിയാണ്. ചെറുതായിട്ട് അരിഞ്ഞെടുത്തിരിക്കുന്ന ഇഞ്ചി കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇഞ്ചിയും ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതെല്ലാം കൂടി ഒന്നും കൂടി ഒന്ന് മൂത്ത് വരുന്നവരേക്കും ഒന്നുകൂടി ഒന്ന് വഴറ്റിയിട്ടെടുക്കാം. ബീട്രൂട്ടിൻ്റെ തോരൻ കഴിക്കാത്തവരാണെങ്കിൽ കൂടിയും ബീട്രൂട്ട് പിക്കിൾ കഴിക്കുന്നതാണ്. കാരണം നമ്മൾ അതിൽ സുറുക്കിയൊക്കെ ചേർത്തിട്ട് വിനാഗിരി ചേർത്തിട്ടൊക്കെ തയ്യാറാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 3 ടേബിൾ സ്പൂൺ അച്ചാർ പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഈസ്റ്റേണിൻ്റെ അച്ചാർ പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് തന്നെ നമുക്കിത് മിക്സ് ചെയ്തിട്ട് എടുക്കണം. ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ 3 ടേബിൾ സ്പൂൺ ഉപയോഗിക്കാം. സാധാ മുളക് പൊടി ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു 1.5-2 ടേബിൾ സ്പൂൺ വരെ ഉപയോഗിക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ അച്ചാർപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ അച്ചാറിനൊരു പ്രത്യേക ടേസ്റ്റാണ് അച്ചാർപ്പൊടി ചേർത്ത് തയ്യാറാക്കുമ്പോൾ. ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ബീട്രൂട്ടിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നന്നാക്കി തന്നെ ഒന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് നമ്മുടെ കടായിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. നമുക്ക് അച്ചാർ തയ്യാറാക്കിയിട്ട് അതിൻ്റെ അവസാനമായി വരുമ്പോൾ ഉപ്പൊക്കെ ഉണ്ടോ എന്ന് ഒന്നുകൂടി ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വേണമെങ്കിൽ ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നീട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതെല്ലാം തന്നെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നമ്മുടെ ബീട്രൂട്ട് ഒന്ന് വേവിച്ചെടുക്കേണ്ടതുണ്ട്. അതിനെക്കൊണ്ട് തന്നെ ഒരു 2 മിനിറ്റ് നേരത്തോളം നമുക്ക് ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാവുന്നതാണ്. അധികം നേരമൊന്നും വേവിക്കണമെന്നില്ല, 1-2 മിനിറ്റ് മാത്രം വേവിച്ചെടുത്താൽ മതിയാവും. ഇപ്പോൾ ബീട്രൂട്ട് ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. എന്നതിലേക്ക് ഞാനിവിടെ കായപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പൊടികൾ ചേർക്കുന്ന സമയത്ത് ചേർക്കാൻ മറന്നുപോയതാണ്, അതുകൊണ്ടാണ് ഞാൻ പിന്നീട് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതും ചേർത്തിട്ട് നന്നാക്കി തന്നെ നമുക്കിത് മിക്സ് ചെയ്തിട്ട് എടുക്കാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് സുർക്കയാണ്, വിനാഗിരിയാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു 1/4 കപ്പ് വിനാഗിരി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 2.5 കപ്പ് ഓളം നമ്മുടെ ബീട്രൂട്ട് അരിഞ്ഞതുണ്ട്, അതുകൊണ്ടാണ് 1/4 കപ്പ് വിനാഗിരി ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ഇൻഗ്രീഡിയൻസ് അനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. കുറച്ച് ബീട്രൂട്ട് ഉള്ളിച്ച് അതിനനുസരിച്ച് 1/4 കപ്പോ 1/2 കപ്പോ ചേർത്ത് കൊടുത്താൽ മതിയാവും. ഞാനിതിൽ പ്രത്യേകിച്ച് വെള്ളമൊന്നും യൂസ് ചെയ്യുന്നില്ല, അതുകൊണ്ടാണ് ഒരു 1/4 കപ്പോളം ചേർത്ത് കൊടുക്കുന്നത്. അതും ചേർത്ത് കൊടുത്തിട്ട് നന്നാക്കി തന്നെ നമുക്കിത് മിക്സ് ചെയ്യാം. അതിനുശേഷം നമുക്ക് കുറച്ച് നേരം 1 മിനിറ്റ് നേരത്തോളം ഒന്ന് വെച്ച് കൊടുത്താൽ മതി. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. ഇതാ നമുക്ക് നന്നായിട്ട് വിനാഗിരിയൊക്കെ ഒഴിച്ചതിന് ശേഷം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഗ്യാസ് ഇവിടെ ഓഫ് ചെയ്യാം.
ഇത്രയേ ഉള്ളൂ. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്നതാണ് നമ്മുടെ ഈ ബീട്രൂട്ട് പിക്കിൾ എന്ന് പറയുന്നത്. ബീട്രൂട്ട് കയ്യിലുണ്ടാകുമ്പം ഇതുപോലെ ഒന്ന് പിക്കിൾ തയ്യാറാക്കി നോക്കാം, ഫീഡ്ബാക്ക് അറിയിക്കാം. അതുപോലെ തന്നെ ബീട്രൂട്ടൊക്കെ നമ്മൾ കുപ്പിയിലാക്കുന്നതിന് മുൻപ് നന്നായിട്ട് ചൂടൊക്കെ ആറിയതിന് ശേഷം മാത്രമേ ഉള്ളൂ കുപ്പിയിലേക്കൊക്കെ ആക്കാൻ പറ്റുള്ളൂ. ഇപ്പം ഞാനിതാ ഒരു ബോളിലേക്ക് ഇത് മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം നന്നായിട്ടൊന്ന് തണുത്തതിന് ശേഷമാണ് കേട്ടോ ഞാനിത് കുപ്പിയിലേക്ക് മാറ്റുന്നുള്ളൂ. കുപ്പിയിലേക്ക് മാറ്റുമ്പോൾ നമ്മൾ ചില്ലിൻ്റെ കുപ്പി തന്നെ, അല്ലെങ്കിൽ ചില്ല് കുപ്പി അല്ലെങ്കിൽ ചില്ല് ഭരണിയിൽ തന്നെ സൂക്ഷിക്കാൻ ശ്രദ്ധിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.